ഹലോ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി മീ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് പോലെ നമുക്ക് എന്താ ടേബിൾ ടൂർ ഇല്ലാത്ത ചെയ്യുന്ന ക്രാഫ്റ്റൊക്കെ സൈഡിൽ വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാത്ത എന്താ ഇങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് കാണാം. ഞാൻ ദേ ഇവിടെയുള്ളപ്പോൾ അതായത് നമ്മുടെ കുടുംബ വീട്ടിൽ അമ്മമ്മയും അപ്പാപ്പനും മാമനും മാമിയും കൊച്ചുങ്ങളൊക്കെയാണ് കേട്ടോ അവിടെയുള്ളത്. അപ്പം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ദേ ഇവിടെയല്ല അവിടെ ആയാലും അങ്ങനെ തന്നെയാണ്, ഹസ്ബൻഡ് വീട്ടിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദേ മീഷോയിൽ നിന്ന് ഇതുപോലെ 120 രൂപയ്ക്ക് ഇതുപോലെ ഒരു ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മുമ്പൊരു ചാനൽ ഉണ്ടായിനി, അപ്പോൾ അതിൽ പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെയൊക്കെ അങ്ങനെ ഓഫായി കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഷോർട്സ് വീഡിയോ എടുക്കുമ്പോഴായാലും ലോങ് എടുക്കുമ്പോഴായാലും എനിക്ക് ഭയങ്കരമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആ ഒരു ഇലയുടെ പീസ് ഈ ഒരു സംഭവമാണ് നമ്മൾ സൈഡിൽ വെക്കുന്നത്. അതിന് 78 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ദാ മീഷോയിൽ നല്ല ഓഫറുണ്ട്. ഇനി 5-6 ദിവസത്തേക്ക് ഓഫറുണ്ട്. ഇപ്പോൾ നോക്കിയാലും അതായത് ബിഗിനേഴ്സ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമുക്ക് നല്ലൊരു അതുപോലെ ഈ എന്താ പറയുക എന്താ പറയുക നമ്മുടെ ഈ സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ എടുക്കുന്നവരല്ലേ അവർക്കൊക്കെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് അഫോർഡബിളായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ കയറി വരുന്ന ഇവിടെയാണ് വെക്കുന്നത്. അവിടെയാണ് കുറച്ചുകൂടെ വെട്ടം കിട്ടുന്നത് കേട്ടോ. ഈ വീട്ടിൽ എനിക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലയ്ക്കൊക്കെ ഇപ്പോൾ എന്താ ഇത് പ്ലാസ്റ്റിക് ലീഫാണ് കേട്ടോ. ഇതിനൊക്കെ ഇപ്പോൾ ഓഫറുണ്ട്. 70-നും 78-നും 80-നും 85-നും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്യുക. പിന്നെയുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട പോലെ ഈ കാറ്റൊക്കെ അടിക്കുന്ന ടൈമിൽ അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്നിൽ ബാക്കിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ടേപ്പ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രൈപോഡിലേക്ക് കിടക്കണം. ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് എൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ആരും കളിയാക്കല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഞാൻ കാർഡ്ബോർഡിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ട്രൈപോഡാണ് കേട്ടോ. എനിക്ക് എവനാണ് ഏറ്റവും കംഫർട്ടബിൾ. കുറച്ച് വള്ളിയും അതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഇതാണ് നല്ല മാസ് ട്രൈപോഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അവനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തുണ്ടാക്കിയെടുത്ത എൻ്റെ ട്രൈപോഡ് കുട്ടനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നത്. 4 കാർഡ്ബോർഡാണ് അടിയിൽ വെച്ച് കട്ടിയാക്കി ഒട്ടിച്ച് വെച്ച് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു റൗണ്ട്, പിന്നെ ഒരു പൈപ്പ് പോലെ ഒരു കാർഡ്ബോർഡ്, അതിനുശേഷം പിന്നെ ഒരു റൗണ്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് പിന്നെ 2 റോളും കൂടെ വെച്ച്, അതായത് ഫോൺ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് അപ്പൂസ് ഒരുപാട് തവണ എറിഞ്ഞു എടുക്കുകയൊക്കെ ചെയ്തവന് ഏകദേശം ഒരു പരുവായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ടേപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് ചുറ്റി വെച്ച്. പോകുന്നവരെ പോട്ടെ, കാര്യം എനിക്ക് ട്രൈപോഡ് മേടിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്തോ വാങ്ങിച്ചില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അവനാണ് കൂടുതൽ കംഫർട്ട്. അപ്പോൾ ഫോണ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും എന്താ പറയുക, വീണ് പോവാതിരിക്കാനായിട്ട്, അതായത് നമ്മൾ ഫോൺ ഇങ്ങനെ വെക്കും വീണ് പോവാതിരിക്കാനാണ് നമ്മൾ ഈ റെഡ് നൂലും ആ ഒരു ബണ്ണ് ഇട്ടേക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ റെഡ് നൂലിങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് നമ്മുടെ ഈ ബണ്ണ് വരുമല്ലോ, ഒരു ഹെയർ ബണ്ണാണ് അത്, ഇതുപോലെ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ഫോണ് നമ്മൾ ഷോർട്സ് വീഡിയോ എടുക്കുമ്പോൾ വെക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെ വീണ് പോകത്തില്ല. ഇങ്ങനെ നമ്മുടെ ഷോർട്സ് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഫോൺ വെക്കുന്നത്. ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഇത് മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് ഫോൺ നമ്മൾ ചരിച്ച് വെക്കുകയാണ് പതിവ്. ഇതുപോലെ ഇങ്ങനെയാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈപോഡ് എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ് പോയില്ലേ, ഇത് ഫോണിൻ്റെ വെയിറ്റ് താങ്ങുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണല്ലോ. അതായത് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളിവിടെയാണ് ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷോർട്സ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് വെച്ച് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത്. വീണ്ടും അതിന് ശേഷം അപ്പോൾ നമുക്ക് ഇനി ഇതിങ്ങനെ മറിഞ്ഞ് പോവില്ലയോ അതിനുള്ളൊരു ഇത് പറഞ്ഞു തരാം. അതായത് ഫോണ് നമ്മൾ മറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമ്മുടെ ആ ഗ്രീൻ വള്ളി അവിടെ വെച്ചിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രീൻ വള്ളിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വേണമല്ലോ. കാര്യം ഫോൺ വെക്കുമ്പോൾ കാർഡ്ബോർഡാണ്, നിങ്ങൾക്കറിയാം കാർഡ്ബോർഡ് റോൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഹൈലി കൂടുതലാണ്. അതുപോലെ തന്നെ ഫോൺ ഡാമേജ് പറ്റാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ പ്രോപ്പറായിട്ട് അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ മുരളിയിൽ
ഇതുപോലെ ഒരു ഫുൾ വാട്ടർ ബോട്ടിൽ, ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം ഇങ്ങനെ വെച്ചിട്ട് അതിലായി ഇതിലേക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. അതായത് ഈ 2 പച്ചനൂലില്ലേ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോഴാണ് നമ്മുടെ ഫോണ് വീഴാതെ നല്ല സ്റ്റഡി മണിയായിട്ട് ഇതുപോലെ, ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഫോണ് മറിഞ്ഞു പോകത്തില്ല, നല്ല പ്രോപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതായത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഫോണ് മറിയില്ല, വെയിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അതുപോലെ എന്താ പറയുക, എനിക്കിതാണ് കംഫർട്ട്. ഒരുപാട് നാളായിട്ട് കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അതുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. പിന്നെ അതുകണക്കിന് ടേപ്പൊക്കെ ചുറ്റി വീണ്ടും സെറ്റ് ചെയ്ത് വയ്ക്കണം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോൻ കുഞ്ഞായതുകൊണ്ട് ഇവനത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇടുകയൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ടേബിൾ ടൂറും കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് എന്താ പറയുക, ഒരു ടേബിളൊന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ ഇതും. അതുപോലെ തന്നെ എൻ്റെ ട്രൈപോഡും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാനിത് ചാനലിലൊന്നും വീഡിയോ പോസ്റ്റ് ചെയ്യില്ല, കാര്യം ഇത് ഒരുപാട് നാൾ നമ്മുടെ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. കുറേ ഞാൻ പറഞ്ഞില്ലേ, 1 വർഷത്തിലധികമായിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. പിന്നെ നല്ല സ്ട്രോങ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഗമ്മെന്ന് പറയുന്നത് നമ്മുടെ B7000ൻ്റെ ഗമ്മാണ് ഞാൻ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്താലും മതി കേട്ടോ. നല്ല സ്ട്രോങ് ഗമ്മാണ്, ഇതുവരെ യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ വീഡിയോ സെറ്റപ്പും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുള്ളായി എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ. ബൈ.